RSP ഇടുക്കി കോട്ടയം ജില്ലാ നേതൃയോഗം മുണ്ടക്കയം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. RSP സംസ്ഥാന കമ്മിറ്റി അംഗം PS ഹരിഹരന്റെ അധ്യക്ഷതയിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കൊക്കെ അഭിമാനിക്കാൻ ഒട്ടനവധി കാരണങ്ങൾ. RSPയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇന്ത്യൻ പാർലമെന്റിലേക്ക് NK പ്രേമേന്ദ്രനെ കൊല്ലത്തുനിന്ന് വീണ്ടും റെക്കോർഡ് ഭൂരിപക്ഷം, കഴിഞ്ഞ റെക്കോർഡ് ഭേദിച്ചുള്ള റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചു. പ്രേമേന്ദ്രന്റെ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലവും ഓരോ RSPക്കാരനും അഭിമാനിക്കാവുന്നതായിരുന്നു. തുടർന്നും കൂടുതൽ ശക്തമായ നിലയിലേക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം തെളിഞ്ഞതിൽ നമുക്ക് അഭിമാനം. അതുപോലെ തന്നെ നമുക്കെല്ലാം ഏറ്റവും അഭിമാനിക്കാവുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും കരുത്തിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് 2024 ജനുവരി മാസം 22-ാം തീയതി ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അയോധ്യയിൽ നടത്തിയതിനു ശേഷം ഒരു ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട്, അഹങ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അടുത്ത തവണ 400-ൽ പരം സീറ്റ് ഞങ്ങൾ വിജയിക്കുന്നത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ആ വേളയിലും കൂടി പുതിയ ഗവൺമെന്റ് വരുന്ന BJPയുടെ തനത് ഗവൺമെന്റ് വന്നാൽ ആദ്യത്തെ 100 ദിവസം എന്ത് രാജ്യത്ത് നടപ്പിലാക്കാനുള്ള പദ്ധതികൾ തീരുമാനിക്കുകയും വരെ ചെയ്തു. ഇതൊക്കെ ജനാധിപത്യത്തിനോടുള്ള ഒരു സമീപനമാണ്, പരമപുച്ഛം ആണ് ആ അഹങ്കാരത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. അവർ ഈ കാലം അത്രയും രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്താണ്? ഭാഗികമായി വിജയിച്ചു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നമ്മുടെ ജനാധിപത്യത്തിന്റെ കരുത്തിൽ ഇപ്പോൾ നമ്മൾ അഭിമാനിക്കുമ്പോഴും കുറച്ചു കാലത്തേക്കെങ്കിലും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ അവർക്ക് സാധിച്ചു. എന്തായിരുന്നു പ്രചരണം? ആകെ രത്ന ചുരുക്കം BJPയിലെ നരേന്ദ്രമോദിയുടെ ഈ 10 വർഷ കാലയളവിന്റെ പ്രവർത്തനത്തിന്റെ രത്ന ചുരുക്കം പരിശോധിച്ചാൽ എന്താണ്? രാജ്യത്തെ 80% വരുന്ന ഭൂരിപക്ഷ സമുദായമായ ഹിന്ദുക്കൾക്ക് 15% മുസ്ലിങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തൊരു വൈരുദ്ധ്യമാണെന്ന് ആലോചിക്കുക. അവര് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് തന്നെ ഈ വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സമുദായത്തിന് ചെറിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം, അതിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. യോഗത്തിൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PG പ്രസന്നകുമാർ, അഡ്വക്കേറ്റ് B രാജശേഖരൻ, TC അരുൺ, അഡ്വക്കേറ്റ് PP പ്രകാശ്, RYF സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിഷ്ണു മോഹനൻ, മുണ്ടക്കയം സോമൻ, സിജു കൈതമറ്റം, AR ബാലചന്ദ്രൻ, PK റസാക്ക്, AKCB, ഡോക്ടർ N സദാനന്ദൻ, C വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.